الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. صدق الله العظيم. من أراد أن يلعن نفسه فليكذب. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ദിനരാത്രങ്ങളൊക്കെ ഖൈർ വർദ്ധിതമായതാക്കി തരട്ടെ. റജബിന്റെ മിഅറാജിന്റെ എല്ലാ ബറക്കത്തുകളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശം അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളുടേതായി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ. അവിടുന്ന് പഠിപ്പിച്ച ഒരു ഉപദേശം, മോനെ, നീ നിന്നെ ശാപത്തിലേക്ക് ഏൽപ്പിക്കരുത്, നിന്നിലേക്ക് നീ ശാപം ഏൽപ്പിക്കരുത്. ഈ ശാപം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ശാപം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. തഖ്വ, വിലായത്തിന്റെ അഹ്ലുകാർ, സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആദരണീയരായ ആളുകളുടെ ശാപം ഏറ്റുപോകാറുക, അവരോട് അപമര്യാദയായി പെരുമാറി അവരുടെ മനസ്സിന് വിഷമം തട്ടി അതിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന ആഘാതം, അതിന് ശാപം തട്ടാന്ന് പറയുന്നു. അങ്ങനെ ശാപം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നിരപരാധികളെ ആക്രമിക്കുക, ആ അക്രമത്തിൽ ഇരയായ അവർ നമുക്ക് എതിരെ വല്ലതും പറയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തു പോയാൽ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. അത് നമ്മുടെ ശാപമാണ്. അങ്ങനെ ശാപം തട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഒരു മനുഷ്യൻ സ്വയമേ ശാപത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ വരുന്നത്, സ്വന്തത്തിന് തന്നെ ശാപം ഏൽപ്പിക്കുക, ഓൻ തന്നെ അവന്റെ പ്രവൃത്തി അവനെ ശാപത്തിലേക്ക് എത്തിക്കും. അങ്ങനത്തെ ഒരു പ്രവൃത്തിയുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തിൽ വരുന്നതാണ്, നമ്മുടെ നാവിന്റെ അപകടങ്ങളിൽ പെട്ട ഒന്നാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്, നാവ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ കുറേയുണ്ട്. ഒരു 20 എണ്ണം മഹാനവറുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത് മഹാൻ പറയുന്നത് കളവ് പറയുക എന്നുള്ളതാണ്. കളവ് പറയുക എന്നുള്ളത് നാവിൻ്റെ അപകടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്, ഒന്നാമത്തതാണ്. എന്തിനാണ് ഈ കളവ് എന്ന് പറഞ്ഞാൽ? വാസ്തവ വിരുദ്ധമായതിനാണ് കളവ് എന്ന് പറയുക. സംഭവിക്കാത്തത് സംഭവിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ സംഭവിച്ചൊരു കാര്യം സംഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറയാം. പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയാം, ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ചെയ്യാത്തത് ചെയ്തു എന്ന് പറയാം, ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഇതിനാണ് കളവ് എന്ന് പറയാം. സ്വയം ശാപം പേറുന്ന കഠിന തെറ്റാണ് കളവ്. അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഒരാൾ സ്വന്തത്തെ ശപിക്കണം, സ്വന്തം ശാപത്തിൽ പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കളവ് പറഞ്ഞാൽ മതി. കളവ് പറഞ്ഞാൽ ഓനുണ്ടാവും, ഓൻ തന്നെ ഈ ശാപത്തിന്റെ കുഴി തോണ്ടുകയാണ് ചെയ്യുക. ഇത് വലിയൊരു കടുപ്പാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇംറാനിലൂടെ ഒരു ഭാഗം പറയുന്നുണ്ട്, ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ. കളവ് പറയുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. അപ്പൊ ഈ ലഅനത്ത് നമ്മൾ ഏറ്റുവാങ്ങാനോ എന്ത് ചെയ്യുന്നത്? നമ്മൾ കളവ് പറയുന്നതിലൂടെ ചെയ്യുന്നത്. ഈ ശാപം ഏറ്റുവാങ്ങിയാൽ, ലഅനത്തുണ്ടായാൽ എന്താണല്ല അതിന്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ, അടുത്തു നിൽക്കുന്ന ആളുകളൊക്കെ അകലും, സ്നേഹിക്കുന്ന ആളുകളൊക്കെ വെറുക്കും,
നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബം, മക്കള്, അയൽവാസികള്, അങ്ങനത്തെ ആളുകളൊക്കെ അവർക്കൊക്കെ നമ്മൾ വേണ്ടാത്ത ആളായി മാറി. പിന്നെ ജീവിതത്തിൽ കരകയറ്റം ഉണ്ടാവില്ല. എന്ത് ചെയ്താലും പുരോഗതി ഉണ്ടാവില്ല. കൂലിവേല ചെയ്തോ, കച്ചവടം ചെയ്തോ, ഈ നാട്ടിൽ നിൽക്കാണ്ടെങ്കിൽ ഗൾഫിൽ പോകാമെന്ന് ഗൾഫ് പോയി നോക്കും. അവിടെ പോയാലും എങ്ങനെ പോയാലും കരകയറ്റം. അവസാനം രോഗത്തിനടിമപ്പെടും. പിന്നെ ആ രോഗം കൊണ്ട് ഇങ്ങനെ കളിച്ച് നരകിച്ച് അങ്ങനെ ഓന്റെ ജീവിതം അങ്ങോട്ട് കഴിഞ്ഞു പോകും. ഇതാണ് ഈ ശാപം തട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ. ചിലപ്പോ ചില കുടുംബത്തിന്, ഫാമിലിക്ക് തന്നെ ശാപം ഉണ്ടാവും. ഏട്ടനും അനിയനും ഒക്കെ കണക്കാം, അങ്ങനെ തന്നെ പോകണം. അപ്പൊ നമ്മൾ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ശാപം ഏറ്റുവാങ്ങുന്നത് അല്ലെങ്കിൽ ശാപം ഏൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? കളവ് പറയാനുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹലിലെ 105-ാമത്തെ സൂക്തം, ഇന്നമാ യഖ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹ്. ഇല്ലാത്തത് ഉണ്ടാക്കി പറയണം. ഈ കളവ് പറയുന്ന പ്രകൃതക്കാരുണ്ടല്ലോ, അവര് അള്ളാന്റെ ആയത്തുകളെ കൊണ്ട് വേണ്ടതുപോലെ വിശ്വസിച്ചവരല്ല. ശരിയായ മോമിനികൾക്ക് ചെയ്യാൻ കഴിയില്ല, കളവ് പറയാൻ കഴിയില്ല. ഓലായിക്കോങ്ങൾ കാദിബ്, അവർ കാദിബ്യങ്ങളായി മുദ്രകുത്തിയ ആളുകളാണ് എന്ന് പറയുന്നത്. ചില ആളുകളെ ചാപ്പ കുത്തി പോകുന്നതിനായ, അപ്പൊ അതിൽ പെട്ടുപോകും എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. കളവ് പറഞ്ഞാൽ ഒരു കളവ് ഒരുപാട് കളവിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ കളവ് പറഞ്ഞു നമ്മൾ എന്താവും? ഒരു തെമ്മാടിയായി മാറും, തോന്നിവാസിയായി മാറും. അങ്ങനെ ആ തെമ്മാടിത്തരവും തോന്നിവാസവും നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്തും, എഴുത്തെത്തി പോകും, നരകത്ത് കത്തി. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. കളവ് തോന്നിവാസം ചെയ്യുന്നതിലേക്ക് നമ്മളെ എത്തിക്കും. വൽ ഫുജൂർ യഹ്ദി ഇലൽ നാർ. ഈ തോന്നിവാസം നരകത്തിലേക്കും എത്തിക്കും എന്നാണ്. അത് വലിയ അപകടമുള്ള ഒരു കേസാണ്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായ മിഅ്റാജ് അല്ലാഹുവിന്റെ ദൂതർ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് സ്വഹാബത്തിന്. 2 മലക്കുകൾ വന്ന് നബിയെ കൊണ്ടുപോയി അങ്ങനെ പല കാഴ്ചകളും കാണിച്ചു. എന്താ കാഴ്ചകൾ? ശിക്ഷകൾ നടപ്പാക്കുന്ന കാഴ്ചകളാണ് കാണിക്കുന്നത്. പല ശിക്ഷകൾ, ഒരുപാട് തരം ശിക്ഷകൾ നടത്തപ്പെടുന്നത് കാണിച്ചു കൊടുക്കുക. കുറെ കണ്ടു. അപ്പോഴൊക്കെ വിധങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ കൂടെ ഉള്ളവരുടെ, ഇതെന്താ സംഭവം. അപ്പോഴൊന്നും ഈ ആളുകൾ പറയുന്നില്ല. 2 ആളുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളാണ്. അവര് പറയുന്നില്ല പോവുക എന്നുണ്ട്. കാഴ്ചകളെല്ലാം കണ്ട് ലാസ്റ്റാണ് പറയാം. അതിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന രംഗം കാണാണ്. ഒരു കൊളത്തുകോല് കൊണ്ട് വായിയുടെ ഒരു ഭാഗത്തുനിന്ന് പെരടി വരെ കീറുക. ഒരു ഭാഗം കീറിയിട്ട് അടുത്ത ഭാഗം കീറും. ഈ അടുത്ത ഭാഗം കീറുമ്പോൾ ആദ്യം കീറിയത് പൂർവ്വസ്ഥിതി പ്രാപിച്ചിട്ടുണ്ടാവും. അത് വീണ്ടും കീറുക. അങ്ങോട്ടും ഇങ്ങോട്ടും പച്ച മാംസത്തിലൂടെ ഇരുമ്പിട്ട് കുളത്തിട്ട് ഇങ്ങനെ കീറി ശിക്ഷിക്കപ്പെടുന്ന രംഗം കണ്ടു. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അത് കളവ് പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്, ആഖിറത്തിൽ വരുന്ന ശിക്ഷയാണ്. അത്ര കടുപ്പം ആ വിഷയത്തിലുണ്ട്. പിന്നെ കളവ് പറയാൻ അനുവദിക്കപ്പെടുന്ന സ്ഥലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കളവ് പറയാൻ അനുവാദമുള്ള സ്ഥലമുണ്ട്. അപ്പം മാത്രമേ നമ്മൾ കളവ് പറയാം. അല്ലാത്ത ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. ആ അനുവദിക്കപ്പെട്ട സ്ഥലം ഏതാനും ചിലതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പിന്നെ ആക്രമണം പേടിച്ചിട്ട് നമ്മളിലേക്ക് അഭയം തേടി ഒരാൾ ഓടി വന്നു നമ്മുടെ വീട്ടിൽ കയറി, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു. ബാഗിൽ അയാളെ ആക്രമിക്കാനോ കൊല്ലാനോ കത്തിയുമായിട്ട് ഒരാൾ പാഞ്ഞു വരികയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അവൻ ഇങ്ങോട്ട് കയറിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ കളവ് പറയണം, ഇങ്ങോട്ട് കയറിയിട്ടില്ല എന്ന് പറയണം. കാരണം എന്താ? അവൻ അന്വേഷിച്ചു വരുന്നത് ഇവനെ ആക്രമിക്കാനും കൊല ചെയ്യാനുമാണ്. ആ അക്രമത്തിൽ നിന്ന് കൊലയിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ കളവ് പറയുന്നത്. ആ സമയത്ത് കളവ് പറയാം. ഇത് അനുവദിക്കപ്പെട്ടതാണ്. നിന്റെ കയ്യിൽ ഒരാളുടെ കാശ് സൂക്ഷിക്കുന്നുണ്ട്, ഇത് വേറൊരാള് ഓനെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അപ്പോ നിന്നോട് വന്നിട്ട് ചോദിക്കും, നിനക്ക് കാശ് തന്നിട്ടുണ്ടോ, നിന്റെ അടുത്ത് ഓന്റെ കാശുണ്ടോ എന്ന് സൂത്രത്തിൽ അറിയാൻ വേണ്ടി ചോദിക്കും. ഇത് അറിഞ്ഞെന്തിനാ? ഓനിക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പണം തട്ടുന്ന ഒരു കുശാഗ്ര ബുദ്ധിക്കാരൻ വന്നിട്ട് നിന്നോട് അവന്റെ കാശ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയാം. കാരണം എന്താ? ഈ കാശ് മറ്റോ തട്ടാൻ നിൽക്കുകയാണ്. അക്രമത്തിന് നമ്മൾ കൂട്ടു നോക്കാൻ പാടില്ല. അങ്ങനത്തെ സന്നിഗ്ധ ഘട്ടങ്ങളിലാണ്
നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ രണ്ടാളുകൾ തമ്മിൽ കീരിയും പാമ്പും പോലെയാണ്, അത്ര ഭയങ്കര ശത്രുത. ഈ ശത്രുതയിലുള്ള ആൾ നമ്മൾ എന്ത് പറഞ്ഞ് അനുനയിപ്പിച്ച് അടുപ്പിക്കേണ്ടി വരും. ഈ അടുപ്പിക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ ഓ പറയാത്തതും കൂടി പറഞ്ഞോ, അല്ലെങ്കിൽ ഓ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചെറിയൊരു കളവൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും, രജ്ഞിപ്പിലും യോജിപ്പിലും എത്തിക്കാൻ ഒരു പക്ഷേ ചിലപ്പോൾ നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടി വരും. അത് പഞ്ചായത്ത് പറയുന്ന ആളുകൾക്ക് റിയ പറയും പോലെ ഒന്നല്ല, ഓ നിന്നെ പറ്റി മോശമായത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഓ നിന്നെ പറ്റി നല്ല അഭിപ്രായം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. അതെന്തിനാ, ഇവന്റെ മനസ്സൊന്ന് അലിയാൻ അപ്പോഴെ തമ്മിൽ എന്താവും, യോജിക്കും. ഇങ്ങനത്തെ ചില ഘട്ടങ്ങളിൽ നമുക്ക് കളവ് പറയുന്നത് അനുവദിക്കപ്പെട്ടതാണ്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലമുണ്ട് അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ പറയാല്ല. അങ്ങനത്തെ വിഷയം വല്ലതും വരികയാണെങ്കിൽ അവിടെ തീർപ്പ് പറയുമ്പോൾ പറയാൻ നല്ലത്, ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കളവ് പറയുന്നത് വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അത് നമ്മളെ അപകടപ്പെടുത്തും, നമ്മുടെ ദുനിയാവിലും നമുക്ക് നാശം വിതക്കും, ആഖിറത്തിലും നമ്മുടെ ഒരുപാട് നഷ്ടങ്ങൾക്കും ശിക്ഷകൾക്കും അത് കാരണമാകും എന്ന് തിരിച്ചറിയുന്നത് അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. തിരുനബി പഠിപ്പിച്ചൊരു ദുആയാണ് ഇന്ന് നമ്മൾ നമസ്കാരത്തിന് ശേഷം ദുആയിരുന്നത്. അതെന്തിനാണ്, ഹൃദയം ശുദ്ധിയായി കിട്ടാൻ വേണ്ടിയിട്ട്, കാപട്യത്തിൽ നിന്ന്. അതുപോലെ നാവിനെ സൂക്ഷിക്കാൻ കാത്തുതരാൻ വേണ്ടി പഠിച്ചവനോട് ദുആയിരുന്നു, നാവിൽ നിന്ന് കളവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കണ്ണിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, കണ്ണിന് സംരക്ഷണം കിട്ടാൻ വേണ്ടി പഠിച്ചവനോട് ദുആ ചെയ്തു. എന്തിനെ, കണ്ണുകൊണ്ടുള്ള കട്ടനോട്ടം, തെറ്റായ നോട്ടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ തഹ്ഹിർ ഖുലൂബനാ മിനൽ നിഫാഖി വഅഅമാലനാ മിനർ റിയാഇ വഅൽസിനതനാ മിനൽ കദിബ് വഅഅയുനനാ മിനൽ ഖിയാന. ഇതാണ് ആ പ്രാർത്ഥന. നമ്മൾ അഥവാ പഠിച്ചവനെ ഖൽബ് കാക്കണേ, കാപട്യം വരാതെ, ഞങ്ങളുടെ കർമ്മങ്ങളെ കാക്കണേ, ലോകമാന്യം വന്നു പോകാതെ, ഞങ്ങളുടെ നാവിനെ കാക്കണേ, കളവ് പറഞ്ഞു പോകാതെ, ഞങ്ങളുടെ കണ്ണിനെ കാക്കണേ, കട്ടുനോട്ടമില്ലാതെ എന്ന് പ്രാർത്ഥന. ആ പ്രാർത്ഥനയും ശ്രദ്ധയും ഉണ്ടായാൽ തീർച്ചയായിട്ടും വിജയിക്കും. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ തരട്ടെ, എല്ലാ വിജയങ്ങളും പ്രദാനം ചെയ്യാം. ദുനിയാവ് ആഖിറ അല്ലാഹു നന്നാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.